ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലക്ഷ്മി നക്ഷത്രയിലെയാണ് ശ്രുതി ശരിക്കും രണ്ട് സ്റ്റാൻഡിൽ നിന്ന് കൊണ്ട് തേച്ചൊട്ടിക്കുന്നുണ്ട്. ശരിക്കും ലക്ഷ്മി നക്ഷത്രയെ നല്ല രീതിയിലാണ് പറയുന്നത്, പക്ഷേ അത് വേറൊരു ദ്വയാർത്ഥമുണ്ട്. അതിൽ ലക്ഷ്മി നക്ഷത്രയെ ഒട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളായിട്ട് രേണുസുതി സ്വരച്ചേർച്ചയില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ രേണുസുതി ലെസ്ബിയൻ ആണോ, രേണുസുതിക്ക് നല്ല തിരക്കുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ നടത്തേണ്ടതുണ്ട്. നമുക്കതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ ലക്ഷ്മി നക്ഷത്രയെ കുറിച്ച് എന്താണ് രേണുസുതി പറഞ്ഞത്, നമുക്കത് കേൾക്കാം. മുമ്പ് ചേച്ചി ഇപ്പം ഇത്രയും ഫേമസ് ആകുന്നതിന് മുമ്പ് ലക്ഷ്മി നക്ഷത്ര ചേച്ചിനെ സൂചിച്ചേട്ടനെ മറന്നതിന് ശേഷം ഭയങ്കരമായിട്ട് സഹായിക്കുകയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുകയും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിൽ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരത്തെ ഒരു സ്വാർത്ഥതയായിരുന്നു, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ അത്? ഒരിക്കലും അല്ല. ലക്ഷ്മി നക്ഷത്ര സത്യം പറഞ്ഞാൽ എന്താ പറയുക, ആ സമയത്ത് എല്ലാ മാസവും ഞങ്ങൾക്കൊരു പൈസ, ഞാൻ എന്നും പറയാറുന്നത്, ഒരിക്കലും അങ്ങനെ അവർ കണ്ടൻറ്റ് ക്രിയേഷനോ ഒന്നും ചെയ്തതല്ല, ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഇപ്പം ഒരു വീഡിയോ എടുത്ത് അവർക്ക് അത് പൈസ കിട്ടിയെങ്കിൽ ആ പൈസയിൽ നിന്ന് ഒരു ഭാഗം ഞങ്ങൾക്ക് തന്നിട്ടുമുണ്ട്. ഒരിക്കലും അങ്ങനെ പറയുന്നത് തെറ്റാണ്. അങ്ങനെ അവരൊരിക്കലും ഞങ്ങളെ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അടുത്തുള്ള സ്നേഹവും എന്താ പറയുക, സുധിച്ചേട്ടനുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. ശരിയാണ്, രേണുസുതി ലക്ഷ്മി നക്ഷത്രയും നല്ലത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഒരാളെ കുറിച്ച് നല്ലത് പറയാൻ കാരണം? അതായത് വീട് വെച്ചു കൊടുത്തോനും, അതുപോലെ പറമ്പ് കൊടുത്തോനും, അതിനുണ്ടാക്കി കൊടുത്തോനും, ഫർണിച്ചർ കൊടുത്തോനും, പാത്രങ്ങൾ കൊടുത്തോനും, മുടി നന്നാക്കി കൊടുത്തവർക്കൊക്കെ തെറിയും ചീത്തയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെയും ലക്ഷ്മി നക്ഷത്രയും തേച്ചൊട്ടിക്കുന്നുണ്ട്. എങ്ങനെയാ, നിങ്ങൾ കേട്ടോ? അവർക്ക് കിട്ടിയതിൽ നിന്നിട്ട് ഞങ്ങളെ കാശുണ്ടാക്കിയതിൽ നിന്ന് ഒരു ഓഹരി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ബാക്കി ഓഹരിയൊക്കെ അവർ വിഴുങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് പറയുന്നത്. അതായത് അവർക്ക് വെച്ചിട്ട് ഇപ്പൊ ഒരു ലക്ഷം രൂപ അവർക്ക് കിട്ടി നിൽക്കുക, ഒരു ചെറിയൊരു കണക്കാണ് കേട്ടോ, അതിനപ്പുറം അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. 1,00,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു 1,000 രൂപ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു ഓഹരി. ഇത്ര പെർസെന്റേജ് ഒന്നുമല്ല, ചെറിയൊരു ഓഹരി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. ഞങ്ങളെ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. പക്ഷെ അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയൊക്കെ ലക്ഷ്മി നക്ഷത്രം വിഴുങ്ങി ഇവരെ വെച്ചിട്ട്, അങ്ങനെ ഒരു ദ്വയാർത്ഥം കൂടി അവിടെ വരുന്നുണ്ട്. പിന്നെ അനുമോളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അനുമോളെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, സ്വരച്ചേർച്ച ഉണ്ടോ, നിങ്ങൾ തമ്മിൽ തീരെ സ്വരച്ചേർച്ച ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഉണ്ടോ ഇല്ലേ എന്നുള്ള ആൻസർ ആള് പറയുന്നില്ല. ആള് പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ തമ്മിൽ ഒരുപാട് തീരെ കാണാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്, എന്നുവെച്ചാൽ ഭയങ്കര ബിസി അല്ലേ. ഞാൻ പിന്നെ കുറെ പ്രോഗ്രാംസുകളൊക്കെ ഇവരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും ഞാൻ ഭയങ്കര ബിസിയാണ് എന്നാണ് ആള് പറയുന്നത്. അതായത് അവരെ പോലൊന്നും അല്ല ഞാൻ, ബിഗ് ബോസിൽ കയറി ഇറങ്ങി അന്ന് മുതൽ ഞാൻ ബിസിയാണ്. ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കത് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം ഞാൻ ഭയങ്കര ബിസി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. അതുപോലെ സ്റ്റാർ മാജിക്കിൽ ഏതെങ്കിലും ടീം ഈ അനുമോളൊക്കെ ആയിട്ട് ഇപ്പം എന്തെങ്കിലും കോൺടാക്റ്റോ ഇല്ല. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ സ്വരച്ചേർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു, ഞാൻ പറയട്ടെ, ഇന്ന് ബിഗ് ബോസിൽ ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. ഷോപ്പ് അനുമോളുണ്ടായിരുന്നോ? എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, അതിന് മുന്നേ പല പല പ്രോഗ്രാമുകൾ വന്നു. ഒന്നെങ്കിൽ ഞാനപ്പോൾ ദുബായിൽ പോയേക്കായിരുന്നു, ഇവരെല്ലാം ഒന്നിച്ചു കൂടി. എനിക്ക് ഓരോ പ്രോഗ്രാം എന്നെ ബിന്നി വിളിച്ചായിരുന്നു. അപ്പം ഇത് എൻ്റെ മാനേജർ ഈ പ്രോഗ്രാം, അതെ ഭയങ്കര ബിസിയാണ് രേണുശ്രീ. പിന്നെ വിളിച്ചിരുന്നു, അതുപോലെ പല പ്രോഗ്രാംസിനും ഓരോരുത്തർ വിളിക്കുന്നില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവരെല്ലാവരും കല്യാണത്തിന് വരെ ഒത്തുകൂടിയിരുന്നു അല്ലെ, ടീംസിന്റെ കല്യാണത്തിനൊക്കെ ഒത്തുകൂടിയിരുന്നു. അപ്പൊ ഇവരെനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ പുരുഷനെ കിട്ടാത്തതുകൊണ്ട് രേണുസുതി ലെസ്ബിയൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്ത് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ആൾക്ക് പ്രേമിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടെന്ന് ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലണ്ടൻകാരനാണോ, അള്ളാന്നാണോ പറയാ, ദൈവം എന്നാണോ പറയാ എന്നൊക്കെ പറഞ്ഞ ആള് തന്നെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ലെസ്ബിയൻ ആകുന്നത്? അപ്പൊ ആള് ലെസ്ബിയന്റെ കാര്യത്തിലും പറയുന്നുണ്ട്, ഈ പറഞ്ഞവരായിരിക്കും ലെസ്ബിയൻ, ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ആൾക്കൊന്ന് ക്ലിക്കായി. അയ്യോ, ലെസ്ബിയനെ കുറിച്ച് കുറ്റം പറയണ്ട എന്ന് വിചാരിച്ച് ആള് പറയാണ്, ലെസ്ബിയനെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, ഞാൻ ലെസ്ബിയൻ ആണെങ്കിൽ തുറന്നു പറയും എന്നാണ് പറയുന്നത്. എവിടെയാണ് രേണുസുതി തുറന്നു പറയാറുള്ളത്? ഈ യൂട്യൂബേഴ്സ് ചകഞ്ഞു പിടിച്ച് ഓരോ ഹിസ്റ്ററി കൊണ്ടുവന്നപ്പോഴാണ് ഈ രേണുസുതി അത് ഓക്കെ എന്ന് പറയുന്നത്. അത് വരെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഓരോ കള്ളങ്ങളും യൂട്യൂബേഴ്സ് വന്ന് പൊളിച്ച് പൊളിച്ച് അടക്കി കൊടുക്കുമ്പോഴാണ് രേണുസുതി പറഞ്ഞത്. ശരിയാണ്. എക്സാമ്പിൾ തന്നെ ഞാൻ പറഞ്ഞുതരാം. കല്യാണത്തിന്റെ കാര്യം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ സുധിച്ചേട്ടനെയാണ് ആദ്യമായിട്ട് കല്യാണം കഴിച്ചതെന്ന് യൂട്യൂബേഴ്സ് പൊക്കി പിടിച്ച് ആദ്യത്തെ കല്യാണത്തിന്റെ കൊണ്ടുവന്നപ്പോ ഇപ്പൊ ആള് പറയുന്നത് എന്റെ 3ാമത്തെ കല്യാണമാണ് ഇനി വരുന്നത് എന്ന് ആള് തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ആള് എപ്പോഴും നോണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. മാനേജറിന് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഞാൻ ഇനിയും പറയും. ഒരു കമന്റ് വന്നു, ഈ രേണുവിന് ഒരു പുരുഷനെ കിട്ടാത്തതുകൊണ്ട് രേണു ഇപ്പൊ ഒരു സ്ത്രീനെയാണ് നോക്കിയത്, രേണു ഇപ്പൊ ലെസ്ബിയൻ ആണെന്ന് 2-3 കമന്റ്സ് ഇങ്ങനെ കുറെ ഒരു വീഡിയോയിൽ വന്നു. അപ്പൊ അതൊന്ന് പറയാമോ?
ഞാൻ ലെസ്ബിയൻ അല്ല. ലെസ്ബിയനാണ് ഞാൻ തുറന്ന് പറയാം, ലെസ്ബിയനാണെന്ന് പറയാം. അതിന് എനിക്കൊരു മടിയില്ല. ഇനി ബൈ ആണോ എന്ന് ചോദിച്ചാലും ഞാനതല്ല. ഞാൻ ലെസ്ബിയനും അല്ല, ബൈയും അല്ല. അല്ല, സിമ്പിൾ. മാനേജർ എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ് അവരെ പറ്റി ഓർക്കുമ്പോൾ. കാരണം എൻ്റെ ഓരോ കാര്യങ്ങളും എന്താ പറയുക, ഉറക്കം അളച്ചാണെങ്കിലും ഞാനിപ്പം കോഴിക്കോടോ കാസർഗോഡോ ചെന്നിറങ്ങുന്നതുകൊണ്ട് വരെ ഉറക്കം അളച്ചിരിക്കുന്ന അതൊക്കെ ഒരു മാനേജറിൻ്റെ കഴിവല്ല, അവൾക്ക് എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ്, കരിഷ്മയ്ക്ക്. അപ്പം ഞാനത് എപ്പോഴും പറയും. എൻ്റെ മാനേജർ മാത്രമല്ല, അവളെൻ്റെ സഹോദരി കൂടെയാണ്. ഈ പറയുന്നവളായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്നവനായിരിക്കും അത്. ഞാൻ ഒരിക്കലും ലെസ്ബിയനെ കുറ്റവും പറയത്തില്ല. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ. ഞാൻ ലെസ്ബിയൻ ആണെങ്കിൽ ഇനി മുന്നോട്ട് ഞാനൊരു ലെസ്ബിയൻ ആയി പോയെങ്കിൽ ഞാനത് തുറന്ന് പറയും. എനിക്കൊരു മടിയില്ല. ഇതിപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ച് വന്നപ്പം ആണ് എനിക്കൊരു മാനേജറിൻ്റെ ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ എൻ്റെ തിരക്ക്, ഞാൻ എങ്ങനെ മാനേജ് ചെയ്തതെല്ലാം. അപ്പം അതിനാണ് എൻ്റെ മാനേജറായിട്ട് അവളെ ഞാൻ ഒഫീഷ്യലായിട്ട് മാനേജറായിട്ട് വെച്ചേക്കുന്നത്. അവളാണ് എൻ്റെ മാനേജർ, ഒഫീഷ്യലായിട്ട് എൻ്റെ മാനേജർ. ഇപ്പം ഈ പ്രോഗ്രാം അതെ, ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം തന്നെയാണ് നല്ല തിരക്ക് വന്നത് അല്ലേ? ഈ ബിഗ് ബോസിൽ പോകാൻ കാരണം ആരാണ്? ഈ യൂട്യൂബേഴ്സ് ഈ രേണുസുതിയായിട്ട് വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ യൂട്യൂബേഴ്സിന്റെ മുഖത്തൊക്കെ ചീത്ത പറയലും. ചിലവരൊക്കെ ചീത്ത പറയാൻ അർഹരാണ് കേട്ടോ, ചിലരൊക്കെ വളരെ തെറി പറഞ്ഞു മോശമായ രീതിയിലൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ മിക്ക ആൾക്കാരും രേണുസുതിയുടെ തെറ്റുകൾ മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഇപ്പൊ ഞാനടക്കമുള്ള കുറെ യൂട്യൂബേഴ്സ് തെറ്റുകൾ മാത്രമാണ്, നല്ലത് ചെയ്യുമ്പോൾ നല്ലത് എന്ന് തന്നെ പറയുന്നുണ്ട്. എന്റെ താഴെയുള്ള വീഡിയോസിലൊക്കെ കാണാം, കുറെ വീഡിയോസ് രേണുസുതിക്ക് നല്ലത് പറഞ്ഞുകൊണ്ടുണ്ട്. രേണുസുതി ചെയ്യുന്ന കുറെ കാര്യങ്ങൾ തെറ്റാണ്, അത് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നത്. രേണുസുതിയെ അടിച്ചാക്ഷേപിക്കല്ല സത്യത്തില്. ഇപ്പൊ രേണുസുതിക്ക് കുറെ എന്താ പറയുന്നേ, എല്ലായിടത്തുനിന്നും നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് വന്നു തുടങ്ങി, താഴ്ന്നു തുടങ്ങി എന്ന് കണ്ടു തുടങ്ങിയപ്പോ ആൾക്ക് പ്രോഗ്രാംസ് ഒക്കെ കിട്ടലൊക്കെ വളരെ കുറവായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആള് പറയണേ ഞാൻ ഭയങ്കര തിരക്കാണെന്ന് ആള് വെറുതെ പറയുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ ആൾക്ക് തന്നെ മനസ്സിലായി. അപ്പൊ ആള് വേറൊരു അടവെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഭർത്താവ് മരിച്ച സ്ത്രീയല്ലേ, 2 മക്കളെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്നിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ എല്ലാവരും പറയുന്നത് അല്ലേ? ഞാൻ ട്രൗസർ ഇടുന്നതും അതുപോലെ തന്നെ പൊക്കിള് കാണിക്കുന്നതും തൊട കാണിക്കുന്നതും മാറ് കാണിക്കുന്നതും ഇതൊക്കെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ നോക്ക്, മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഉത്രാളിക്കാവ് എന്ന ക്ഷേത്രം ഉള്ള ക്ഷേത്രത്തിൽ വന്നിട്ട് ഡാൻസ് ഒക്കെ നടത്തിയിരുന്നു. ഡാൻസ് ഒക്കെ നടത്തിയപ്പം അതിന് പാവാടവള്ളി താഴേക്ക് വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ ആള് പറയുന്നത്, ഓ ഇനി അതും പറഞ്ഞുകൊണ്ടായിരിക്കും എല്ലാവരും എന്നെ പിച്ച് ചീന്താൻ പോകുന്നത്. എന്താണ് പിച്ച് ചീന്താൻ? മര്യാദക്ക് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആരും പിച്ച് ചീന്തില്ല. ഒരു അമ്പലത്തിൽ പോണ രീതിയിൽ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആരും പിച്ച് ചീന്തില്ല. പിന്നെ പറയുന്നത്, ഞാൻ പാവാട അടിയിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടല്ലേ പുറത്ത് കണ്ടത് വള്ളി, ഇട്ട സാധനത്തിന്റെ വള്ളിയല്ലേ നിങ്ങൾ കാണുന്നത്, അല്ലാത്തതൊന്നുമല്ലല്ലോ കാണുന്നത്, ഇടാതൊന്നുമില്ലേ, 3 പീസ് ഇട്ടിട്ടല്ലോ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു മുട്ടം കുറെ ന്യായങ്ങൾ കൊണ്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അടച്ചു വെക്കുകയാണെങ്കിൽ ഒരാളും അതിട്ട് പെരുമാറില്ല. ഇപ്പൊ ഒരുപാട് നടീനടന്മാര് ഇതേപോലെ ബിക്കിനി ഇട്ടുകൊണ്ടും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ചീത്ത രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടും ഒക്കെ വരുന്നുണ്ട് ല്ലേ? പലവരും നമ്മുടെ ഈ ഇത് കാണിക്കാൻ വേണ്ടി ഇപ്പൊ ഈ ഉദ്ഘാടനത്തിനൊക്കെ വരുന്ന അന്ന എന്നൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ട്ടോ. വരുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ ഈ മാറൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പെടുന്ന പാട്. നമ്മളൊക്കെ സാധാരണ സാരി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാവാടയോ അതൊക്കെ എന്തിട്ടാലും നമ്മള് മറയ്ക്കാനാണ് നോക്കല്. അയ്യോ വീണ് പോയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കി നോക്കും ഇടക്കിടക്ക്. 1 മന്ത് ഒരു അവർ കൂടുമ്പോ നമ്മൾ പതുക്കെ ഒന്ന് നോക്കും. എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കും. പക്ഷെ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട്. ഈ അന്നയുടെ ഞാൻ കൂടുതലും ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്ന വന്നപ്പം മുതലേ ബാക്ക് ഭാഗവും ഒന്ന് തുറപ്പിച്ച് കാണിക്കാൻ നോക്കും. എന്നിട്ട് ഫ്രണ്ട് ഭാഗത്തെ മാറ് നന്നായി കാണുന്നുണ്ടോ? കാണുന്നില്ലേ എങ്കിൽ ഒന്നുകൂടി ഒന്ന് വലിച്ചിട്ട് ഒന്നുകൂടി കാണിക്കും. കാരണം എന്തിനാണ്? ഈ വീഡിയോസ് എടുക്കുന്നവരും അതുപോലെ എല്ലാവരും സൂം ചെയ്ത് ആ ഭാഗം മാത്രം സൂം ചെയ്തെടുക്കണം. ആളുടെ ആ പകിട്ടാർന്ന ഭാഗം സൂം ചെയ്തെടുത്താൽ നെക്സ്റ്റ് ഒരു ഇനോഗ്രേഷൻ ആളെ വിളിക്കണം. ഇത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ വിളിക്കണം. ഓ അന്ന വന്നതിന് ആൾക്കാർ തട്ടിച്ചു കൂടിട്ടോ എന്നും പറഞ്ഞുകൊണ്ട്. ആൾക്കാർ തട്ടിച്ചു കൂടി ഇമാതിരിയൊക്കെ